ഹലോ. ആരാ ആരാ? നല്ല രസമുണ്ട്. നല്ല ബൊമ്മ മാതിരിയുണ്ട്. ലാവെൻഡർ ഉടുപ്പ്, രണ്ട് കൊമ്പ്. ആ രണ്ട് കൊമ്പയിലും വലിയ രണ്ട് പൂവുണ്ട്. കുഞ്ഞു പാവയ്ക്ക് ഇന്ന് ഏതാണ് പാട്ട്? കനകപ്രതീക്ഷതൻ. ബാബുരായ് മാസ്റ്റർ അല്ലേ? ഇതൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ കിടക്കുന്ന പാട്ടുകളാണ്. പറയാ മോളെ ഡീറ്റെയിൽസ്. സിനിമ മിടുമിടുക്കി, സംഗീതം MS ബാബുരാജ് സാറ്, വരികൾ ശ്രീകുമാരൻ തമ്പി സാറ്, വർഷം 1968, പാടിയത് പി സുശീലമ്മ. മിടുക്കി അത്ര വേണം, അത്ര ലെങ്ത് വേണം. കേട്ടല്ലോ പാട്ട് കേൾക്കാം. യെസ്. അപ്പൊ നമ്മുടെ പാട്ട് ഇതേ തുടങ്ങാൻ പോവാണ്. ഇനി എനിക്ക് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്താ പറയാനുള്ളത്. കറക്റ്റ് ആയിട്ട് നമ്മുടെ QR കോഡൊക്കെ സ്കാൻ ചെയ്തതിന് ശേഷം ഈ പെർഫോമൻസിന് വോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. കനകപ്രതീക്ഷതൻ കണിമലർത്താലത്തിൽ കല്യാണ പൂവുമായി നിന്നവളേ, കല്യാണ പൂവുമായി നിന്നവളേ, കതിരണി ചിറകറ്റു മോഹങ്ങൾ വീണപ്പോൾ കരയാൻ പോലും മറന്നവളേ, കരയാൻ പോലും മറന്നവളേ. വീഥിയുടെ വിൽപ്പനശാലയിൽ നീയൊരു വിളയാട്ടുബൊമ്മയായി തീർന്നുവല്ലോ. വീഥിയുടെ വിൽപ്പനശാലയിൽ നീയൊരു വിളയാട്ടുബൊമ്മയായി തീർന്നുവല്ലോ. വിരഹക്കിടാവെന്നു കൊണ്ടു നടക്കുവാൻ വിധി നിന്നെ വിലപേശി വിറ്റുവല്ലോ, വിധി നിന്നെ വിലപേശി വിറ്റുവല്ലോ. കനകപ്രതീക്ഷതൻ കണിമലർത്താലത്തിൽ കല്യാണ പൂവുമായി നിന്നവളേ, കല്യാണ പൂവുമായി നിന്നവളേ. അമൃതനീർ പൊയ്കത തീരത്ത് നിന്നാലും അതിദാഹം തീരാത്ത വേഴാമ്പൽ നീ. അമൃതനീർ പൊയ്കത തീരത്ത് നിന്നാലും അതിദാഹം തീരാത്ത വേഴാമ്പൽ നീ. എരിയും നിന്നാത്മാവിൻ അധരം നനയ്ക്കുവാൻ ഇനിയെന്ന വർഷാശ്രു വന്നു ചേരും, ഇനിയെന്ന വർഷാശ്രു വന്നു ചേരും. കനകപ്രതീക്ഷതൻ കണിമലർത്താലത്തിൽ കല്യാണ പൂവുമായി നിന്നവളേ, കല്യാണ പൂവുമായി നിന്നവളേ, കതിരണി ചിറകറ്റു മോഹങ്ങൾ വീണപ്പോൾ കരയാൻ പോലും മറന്നവളേ, കരയാൻ പോലും മറന്നവളേ. ശിവകാന്തിക്കുട്ടി, നന്നായി പാടാൻ പറ്റിയോ? പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ പാടിയോ? ഇഷ്ടമായോ സ്വന്തമായിട്ട്? നമുക്ക് ചോദിച്ചു നോക്കിയാലോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, ആദ്യം ആരുടെ അടുത്താ ചോദിക്കണ്ടേ?
ഉണ്ണിമേനോൻ അങ്കിളുടെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണി അങ്കിൾ? ശിവകാമിക്കുട്ടി, JR ശിവകാമിക്കുട്ടി. എന്ത് എന്താ ഇങ്ങനെയൊക്കെ പാടിയാ ചെയ്യാ നമ്മള്? കനകപ്രതീക്ഷതൻ കണിമലർത്താലത്തിൽ കല്യാണപ്പൂവുമായി നിന്നവളെ ഞങ്ങളാകെ കൺഫ്യൂസ്ഡാ. ഈ ചെറിയ മോള് ഇങ്ങനെയൊക്കെ പാടിയാൽ എന്ത് ചെയ്യും? ആരാ പാടിയിട്ടുള്ളത്? സുശീലാമ്മ. സുശീലാമ്മയുടെ പാട്ടിലെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഈ നനുനനുത്ത സംഗതികളില്ലേ, അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ഒരു പെർഫെക്ഷനും ഒരു സുഖവും, പിന്നെ വാക്കുകൾ ഉച്ചരിക്കുന്നത് മലയാളം കുറച്ചൊരു പ്രശ്നം ഉണ്ടെങ്കിലും അതിനും ഒരു സുഖമുണ്ട്. അപ്പൊ ആ ഒരു പിടിച്ചിട്ട് പാടുന്നതും മോള് ഇവിടെ പാടുന്ന സമയത്ത് ശരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്തത് ഭയങ്കര സുഖമായിരുന്നു അത്. എസ്പെഷ്യലി ഫസ്റ്റ് പല്ലവിയും അനുപല്ലവിയും അതിഗംഭീരമായിട്ട് പാടി. കതിരണി ചിറകറ്റു മോഹങ്ങൾ വീണപ്പോൾ കരയാൻ പോലും മറന്നവളെ, കരയാൻ പോലും മറന്നവളെ. അത് കഴിഞ്ഞിട്ട് വരുന്ന പല്ലവിയിലാണ് നമുക്ക് കുറച്ചൊരു ലാൻഡിങ് ചെറുതായിട്ടൊരു പ്രശ്നം വന്നു. അത് കുറച്ചൊരു കെയർലെസ് ആയതുകൊണ്ട് മാത്രം വന്നതായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഭയങ്കര സുഖമായിരുന്നു മോളെ കേൾക്കാൻ. അപ്പോൾ രാകേഷ്, എനിക്ക് ഈ മോളക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ട്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് തരാം. ഓക്കെ? ഔട്ട്സ്റ്റാൻഡിങ് റെൻഡിഷൻ. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു സർ. നീതിയുടെ വിൽപ്പനശാലയിൽ നീയൊരു വിളയാട്ടുബൊമ്മയായി തീർന്നുവല്ലോ. എന്നെ കണ്ണു നനഞ്ഞു കേട്ടോ, താങ്ക് യു. സത്യമായിട്ട്. ദ ട്രൂത്ത് എന്ന് പറയുന്നത് അതാണ്. ഓൺലി ടാലന്റ് ഈസ് ദ ട്രൂത്ത്, ബാക്കിയൊന്നും ട്രൂത്ത് അല്ല. ഒരു നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ദ നോട്ട് ഇറ്റ് സെൽഫ്, അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ ശബ്ദം. മറ്റേന്ന് പറഞ്ഞാൽ ആ നോട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സൈലൻസ്, എത്ര സൈലൻസ് ആണ് വരണേന്നുള്ളത്. അതുപോലെ തന്നെ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ അത് മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നല്ല, എന്തുകൊണ്ട് ആ നോട്ട് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി പാടുമ്പോഴത്തേക്ക് അത് വ്യക്തമാവുമ്പോഴാണ് അത് പാടിയായിട്ട് നമുക്ക് തോന്നുന്നത്. അതിൽ താമസിക്കുന്ന ആളെന്ന് പറയുന്നത് ആ ഇമോഷനാണ്. അപ്പോൾ ഇത് ആ മേൽവിലാസവും ഉണ്ട്, അതുപോലെ അതിന്റെ താമസിക്കുന്ന ആളും അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ അടുത്ത് ഇങ്ങനെ ഈ പാട്ടിലൂടെ തന്നെ എൻറ്റയർ കോൺവെർസേഷൻസ് നടത്തുന്നുണ്ട് ആ ആളെന്ന് പറയുന്നത്. അവിടെയാണ് സംഗീതത്തിൽ ഈശ്വരീയമുള്ള ഒരാളെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അത് തന്നെയാണ് നമ്മുടെ ശിവകാമി കുഞ്ഞ്. ശിവകാമി കുഞ്ഞിന് ഇന്ന് ഉണ്ണിച്ചേട്ടൻ ഒരു ഗിഫ്റ്റ് കരുതുന്നുണ്ട് എന്നുള്ളത് എൻ്റെ മനസ്സ് ഒരുപാട് നിറയ്ക്കുന്നുണ്ട്. അത് തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം ഇവിടെ വരുന്നു. ആ സ്നേഹം ഏറ്റുവാങ്ങാനായിട്ട് നമ്മുടെ സ്നേഹക്കുട്ടി ഉണ്ടെന്നുള്ളതാണ്. അത് മാത്രമല്ല കുട്ടൻ, ഈ മോളുടെയൊക്കെ ഒരു ടാലന്റ് എന്ന് പറയുന്നത് ഇതിലും അപ്പുറമാണെന്ന് തോന്നുന്നു. അതായത് ഇവിടെ നിൽക്കുന്നില്ല, അത് ഇതിന്റെയൊക്കെ എത്രയോ ഉയരങ്ങളിലേക്ക് അതിങ്ങനെ പടർന്ന് പന്തലിക്കുമെന്ന് എനിക്ക് മനസ്സ് പറയുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അത് തന്നെയാണ്. അതെ, അതിൽ ഒരു വ്യത്യാസമില്ല. ഇടയ്ക്ക് മോൾക്ക് ചില അലർജി ഇഷ്യൂസ് കാരണം പാടാൻ പറ്റാത്തപ്പോൾ സങ്കടം നമുക്കാണ്. അതെ, ശരിക്കും. പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി വരുന്നുണ്ട്. ഇത് തമ്പി സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. സാധാരണ മീനുട്ടി ഭാസ്കരൻ മാസ്റ്ററും ബാബുക്കയാണ് ഒരു ഭയങ്കര കോംബോ എന്ന് പറയുന്നത്. പക്ഷെ തമ്പി സാറുമായിട്ടും നല്ല നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അകലെ അകലെ നീലാകാശം തന്നെ ഇതേ സിനിമയിലാണ്, വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള സോങ് ആണ്. പിന്നെ ഇതില് നമ്മൾ ഇപ്പൊ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടത്തെ അരികിൽ ഞാൻ ഇപ്പോൾ വന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു ശൈലി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും തമ്പി സാർ എഴുതിയിരിക്കുന്നതിൽ. അപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ കരയാൻ പോലും മറന്നവളെ എന്നുള്ളതാണ്. അപ്പൊ അത് പാടിയപ്പോഴത്തേക്ക് ആ ഒരു വരി പാടിയപ്പോഴാണ് എനിക്ക്, ഞാൻ പറഞ്ഞില്ല, എന്റെ കണ്ണ് നനഞ്ഞു എന്നുള്ളത്. ജീവിതത്തിൽ അങ്ങനെയാണല്ലോ, നമുക്ക് കരയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകൾ ജീവിതത്തിൽ പല സമയങ്ങളിലും പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട്. അത്തരം അനുഭവങ്ങളിലൂടെ നടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോഴത്തേക്കും, ഈ കുഞ്ഞിന്റെ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഇവിടെ ഏതോ ഒരു ഹൃദയത്തിന്റെ ഒരു തന്ത്രിയിൽ ഇങ്ങനെ ടങ് അടിക്കുന്ന പോലെ ഉണ്ടാവും. അത് ഭയങ്കരമായിട്ട് നമ്മളെ വിങ്ങലാണ്. ആ ഒരു മെലഡിയുടെ വിങ്ങൽ ഈ കുഞ്ഞ് അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിൽ അറിയാതെ ചെയ്യുന്നതാണ് എക്സ്ട്രോണറി എന്ന് പറയുന്നത്. അറിഞ്ഞ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ആ സിംഗിങ് മെച്യൂരിറ്റി ഇവിടെ നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഗ്രൂമേഴ്സ് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അതിനും അപ്പുറം വളർന്നിരിക്കുന്നത്. അതാണ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞത്.
നമ്മൾ കേൾക്കുന്നതിനും കേട്ടതിനും ഒക്കെ അപ്പുറമായി നമ്മുടെ ശിവഗാമി കുഞ്ഞ് തീർച്ചയായിട്ടും വളരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രൂഫാണ് ഈ പാട്ടിന്റെ റെൻഡിഷൻ എന്നുള്ളത്. അതിനെപ്പറ്റി ഒരു സംശയമില്ല കേട്ടോ. പിന്നെ സസ്റ്റെയിൻസിലെ ശ്രുതി കനക പ്രതീക്ഷയാണല്ലോ കുഞ്ഞെ. അപ്പൊ പ്രതീക്ഷിതൻ ആ സായിൽ കറക്റ്റായിട്ട് മേളിൽ എത്തേണ്ട ആവശ്യമുണ്ട്. ഫസ്റ്റ് പല്ലവി ആ തുടക്കം മാത്രമാണ് പ്രശ്നം, പിന്നെ അത് പ്രശ്നമല്ല. പിന്നെ എവിടെയോ ഒരിടത്ത് മിടുമിടുക്കിക്ക് ആ തുണ്ട് പല്ലവിയില് സസ്റ്റെയിനില് നിന്നവളെ കല്യാണ പൂവുമായി നിന്നവളെ അത് മിടുക്കിയായി പോയി അവിടെ. നമുക്ക് മിടുമിടുക്കിയുടെ താഴെ പറ്റൂല കേട്ടാ. പക്ഷേ നമുക്ക് കുട്ടൻ ആ അനുപല്ലവിയുടെ ആ ഒരു പർട്ടിക്കുലർ ലൈൻ ഒന്നുകൂടെ കേൾക്കണ്ടേ? ആ തീർച്ചയായിട്ടും കേൾക്കണം. യെസ്. എനിക്ക് വേറൊരു ലൈൻ ഈ കരയാൻ പോലും മറന്നവളെ അതൊന്നുകൂടെ കേട്ടാ കൊള്ളാമെന്നുണ്ട്. കനക പ്രതീക്ഷതൻ കണിമലർത്താലത്തിൽ കല്യാണ പൂവുമായി നിന്നവളേ, കല്യാണ പൂവുമായി നിന്നവളേ, കതിരണി ചിറകറ്റു മോഹങ്ങൾ വീണപ്പോൾ കരയാൻ പോലും മറന്നവളേ, കരയാൻ പോലും മറന്നവളേ. എനിക്ക് തോന്നുന്നത് പാടാനായി പിറന്നവളെ എന്ന് വിളിക്കാനാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആണ് അത് പാടിയിരിക്കുന്നത്. അനുപല്ലവി കൂടെ മോളെ. അനുപല്ലേ വീഥിയുടെ വിൽപ്പനശാലയിൽ നീയൊരു വിളയാട്ടു ബൊമ്മയായി തീർന്നുവല്ലോ. വീഥിയുടെ വിൽപ്പനശാലയിൽ നീയൊരു വിളയാട്ടു ബൊമ്മയായി തീർന്നുവല്ലോ. വിരഹക്കിടാവെന്നു കൊണ്ടു നടക്കുവാൻ വിധി നിന്നെ വിലപേശി വിറ്റുവല്ലോ, വിധി നിന്നെ വിലപേശി വിറ്റുവല്ലോ. ഇല്ല നമ്മുടെ കുഞ്ഞിനെ ആർക്കും വിൽക്കാനും പറ്റില്ല, കൊടുക്കാനും പറ്റില്ല. നമ്മുടെ സ്വന്തമാണ് JR ശിവഗാമി എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ് അല്ലേ ടോപ്പ് സിംഗറിന്റെ? സംശയമല്ല. തീർച്ചയായും നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ താരമാണ്. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് മനസ്സിലാവുന്നില്ല. പല ഭാഗങ്ങളും എന്താ പറയാ, പല സിംഗേഴ്സിനും പലർക്കും വെറും ടെക്നിക്സ് ആയിട്ട് പോകുന്ന പല സംഗതികളും സോൾഫുള്ളി പാടുകയാണ്. അവിടെ സോള് കൊണ്ടുവരികയാണ്, അവിടെ ജീവൻ വെപ്പിക്കുകയാണ് ആ പാട്ടിന് ശിവഗാമി കുട്ടി പാടുമ്പോഴത്തേക്കും. അത് ഓരോ വരിയെടുത്ത് നോക്കിയാലും ഓരോ അക്ഷരത്തിനും അതിൻ്റെ ഭാവങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് റെൻഡിഷൻ ചെയ്തിട്ടുണ്ട് ശിവഗാമി കുട്ടി. മിടുക്കി കേട്ടോ, എനിക്ക് മിടുക്കി പോരാ, മിടുമിടുക്കി തന്നെ പറയേണ്ടി വരും. തീരത്ത് നിന്നാലും അതിദാഹം തീരാത്ത വേഴാമ്പൽ നീ, അത്രയും ഭംഗിയിലാണ് ഓരോ അക്ഷരവും എടുത്ത് പെറുക്കി വെച്ച് പാടുന്നത്. എപ്പോഴും പറയാറുണ്ടല്ലോ റെസണൻസ്, ടോണ് എല്ലാം കറക്റ്റാ ശിവഗാമി കുട്ടിയുടെ. ശിവഗാമി കുട്ടിക്ക് എളുപ്പമല്ല സുശീല നമ്മുടെ പാട്ടിങ്ങനെ പാടാൻ എളുപ്പമല്ല. അത് മാത്രമല്ല ശിവഗാമി കുട്ടിയുടെ നാച്ചുറലി പെർഫെക്ഷൻ ആണ്, നാച്ചുറലി പെർഫെക്റ്റ് ആണ് പാടുന്നത്. ആ പെർഫെക്ഷൻ ജന്മന കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു ബ്ലെസ്സിങ് ഉള്ള ഒരാളാണ് നമ്മുടെ ശിവഗാമി കുട്ടി. അത് ഒത്തിരി പ്രൗഡാണ് അത് പറയാൻ വേണ്ടിയിട്ട്. പാട്ട് കേൾക്കാൻ ഒത്തിരി പ്രൗഡാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ കാണാൻ പറ്റിയതിലൊക്കെ ഭയങ്കര സന്തോഷം തോന്നുക ശിവഗാമി കുട്ടി പാട്ട് കേൾക്കുമ്പോഴത്തേക്കും. പാടി കഴിയുമ്പോഴത്തേക്കും അത് അത്രയും സന്തോഷം തോന്നുകയാണ്, പ്രൗഡാവുകയാണ്. അതാണ് എനിക്ക് വരുന്ന വികാരം. മാത്രമല്ല ഇപ്പോഴും ആ പാട്ടിങ്ങനെ കേൾക്കാം, ശിവഗാമിക്കുട്ടിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാം, ലിങ്കറിങ്. അതെ, കേട്ടോണ്ടിരിക്കാം. നമുക്ക് ഇപ്പൊ പല പാട്ടുകളും ശിവഗാമിക്കുട്ടി പാടിയത്, മുന്നേ പാടിയ പാട്ടുകൾ ഇപ്പോഴും ചെവിയിൽ കേൾക്കാം. ദൂരെ ഒക്കെ കേൾക്കാം, ശിവഗാമിക്കുട്ടിയുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം. അപ്പം അത്രയും കാലം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ലിങ്കർ ചെയ്ത് പിടിച്ചു കുലുക്കാൻ തക്കതായ ആ ഒരു ശബ്ദം നമ്മുടെ ശിവഗാമിക്കുട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അയ്യോ അസാധ്യമായിരുന്നല്ലോ, സാധ്യമായിട്ട് പാടി. മിടുക്കി കേട്ടോ.
താങ്ക് യു. കാര്യമായിട്ടൊന്നും പറയാനില്ല. ആ ഒരു പിച്ച്, പല്ലവി Landing. തുടങ്ങിയ സ്ഥലത്തെ പിച്ചും തുണ്ടുപല്ലവിയില് ലാൻഡിങ്. കല്യാണപ്പൂവുമായി നിന്നവളെ, അത് മാത്രമാണ് ഇന്നുണ്ടായ ഒരു പ്രശ്നം കേട്ടോ. മിടുക്കിയാണേ. താങ്ക് യു. JR ശിവകാമി, എന്തോ ഇന്ന് മോളുടെ ഈ ബ്യൂട്ടിഫുൾ റെൻഡീഷന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള മാർക്സ് അത് പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് അവിടെ വരട്ടെ. ആ. മോൾക്ക് ഒരു കൊച്ചു yes. സമ്മാനം. പാട്ട് പാടുന്നതിലെ ഒരു അനായാസത, പിന്നെ ഓരോ പാട്ടിൻ്റെയും ഒരു സൂക്ഷ്മ വശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ പെർഫെക്ഷനോടുകൂടി വളരെ ഭംഗിയായി പാടാനുള്ള ഒരു എന്താ പറയുക, ഒരു പ്രതിഭ എന്ന് പറയണം. ഒരു അസാമാന്യ പ്രതിഭയാണ്. എന്നൊരു കൊച്ചു ഗിഫ്റ്റ് എൻ്റെ വക മോൾക്ക്. ഈ യാത്ര തുടരട്ടെ ഉയരങ്ങളിലേക്ക്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് God bless. യു. ചേട്ടാ മാർക്കും കൂടെ പറയാം. ആ, മോൾക്ക് ഇന്ന് നമ്മൾ തരുന്ന മാർക്സ് ഈ ഒരു മനോഹരമായ പാട്ടിന് മനോഹരമായി അവതരിപ്പിച്ചതിന് 99 ഔട്ട് ഓഫ് 100. യെസ്. കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും 100. 100 ആയേനെ. അതെ. ഓക്കെ, നെക്സ്റ്റ് ടൈം 100 ആണ്. ഓക്കെ, ഉണ്ണിയങ്ങൾ, ഈ സമ്മാനം മാത്രമല്ല, നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേയും യെസ്. ശിവകാമിക്കുട്ടി തന്നെയാണ്. ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ?